കഥയുടെ തുടക്കത്തിൽ ഒരു കാട്ടിലോട്ട് 3 കൂട്ടുകാര് ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവര് വന്നിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് മല കയറാനായിട്ടാണ്. അതുപോലെ തന്നെ ആ ജീപ്പിൽ 3 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ തന്നെ ഒരു കപ്പിളുണ്ട്. കപ്പിൾ എന്ന് പറഞ്ഞാല് സോഫിയും ഡാനിയലും ആണ് കപ്പിള്. അതായത് ജീപ്പിന്റെ ഫ്രണ്ടിൽ പോകുന്ന 2 പേര്, ബാക്കിൽ ഇരിക്കുന്നവനാണ് ക്രിസ്. ക്രിസ് എവരുടെ 2 കൂട്ടുകാരനാണ്. പോകുന്ന വഴിക്ക് തന്നെ ഡാനിയലിന് ജീപ്പ് ഒതുക്കുന്നുണ്ട്. ജീപ്പിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അവനെന്തോ മൂത്രമൊഴിക്കാനോ മറ്റും മുട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് പോകുന്ന നേരത്ത് സോഫിയും ക്രിസും കൂടെ സംസാരിക്കുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതിൽ നിന്ന് ഇവർക്ക് 2 പേർക്കും എന്തോ അവിഹിതം ഉണ്ടായിട്ടുണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് ഡാനിയലിനെ അറിയത്തില്ല. ഇതൊന്നും അറിയാതെ ഡാനിയൽ ആണെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ട് ജീപ്പ് എടുത്തിട്ട് കാട്ടിലോട്ട് അങ്ങനെ പോവാണ്. പിന്നീട് കാട്ടിൽ കൊണ്ടുവന്ന് കാർ ഒതുക്കിയതിനു ശേഷം അവരുടെ ബാഗും സാധനങ്ങളും എല്ലാം എടുത്തിട്ട് കാട്ടിലോട്ട് നടന്നു പോകും. അങ്ങനെ അവരൊരു മലമുകളിൽ എത്തിപ്പെടുകയാണ്. ആ മലമുകളിൽ വെച്ച് ഡാനിയൽ സോഫിയയുടെയും ക്രിസിന്റെയും അവിഹിതമൊന്നും അറിയാതെ സോഫിയനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. എന്നെ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ചിട്ട് സോഫിയ അതിന് എസ് പറയാണ്. പക്ഷെ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ക്രിസിനാണെങ്കിൽ അതങ്ങോട്ട് ദഹിക്കുന്നില്ല. അവനെന്തോ ദേഷ്യമുള്ളത് പോലെ. പക്ഷെ അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. അവ ഇതൊക്കെ കണ്ട് അങ്ങനെ ഇരിഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ന് രാത്രിയാവുന്ന നേരത്തെ അവരെല്ലാരും കൂടെ തീയൊക്കെ ഇട്ടിട്ട് അതിന് ചുറ്റും ഇരുന്ന് കുടിക്കുകയാണ്. അങ്ങനെ കുടിച്ച് ഡാനിയൽ ആണെങ്കിൽ ആകെ പാമ്പായിട്ടുണ്ട്. പിന്നീട് ഡാനിയൽ സോഫിയനെയും വിളിച്ചുകൊണ്ട് ടെന്റിൽ പോകുന്നുണ്ട്. അവരവരുടേതായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്രിസ് ആണെങ്കിൽ ടെന്റിന്റെ പുറത്തിരിപ്പുണ്ട്. അങ്ങനെ അന്നത്തെ രാത്രി കടന്നു പോവാണ്. പിറ്റേ ദിവസം ആവുന്ന നേരത്ത് ക്രിസ് ആണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. ക്രിസ് വേറൊരു ടെന്റ് കെട്ടിയിട്ട് അതിനകത്താണ് കിടന്നുറങ്ങിയത്. ടെന്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ സോഫിയയും ഡാനിയലിനെയും കാണുന്നില്ല. പകരം ഒരു മനുഷ്യനാണെങ്കിൽ ഇവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇരുന്ന് നോക്കുന്നു. ഇത് കണ്ടിട്ട് ക്രിസ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്ത് ചെന്നിട്ട് ഇതൊക്കെ മോഷ്ടിക്കാൻ വന്നയാണോ എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ ഉന്തും തള്ളും ആകുമ്പോഴായിരിക്കും അങ്ങോട്ട് സോഫിയും ഡാനിയലും വരുന്നത്. ഇപ്പൊ ഈ സാധനങ്ങൾ എടുക്കാനായിട്ട് വന്ന മനുഷ്യൻ മറ്റാരുമല്ല, സോഫിയുടെ ഒരു കൂട്ടുകാരനാണ്. രാവിലെ തന്നെ സോഫിയും ഡാനിയലിനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ സോഫിയ തന്നെയാണ് ഈ ഒരു കൂട്ടുകാരനെ ബാഗിന്റെ അടുത്തോട്ട് പറഞ്ഞു വിട്ടത് ഒരു ക്യാമറ എടുക്കാനായിട്ട്. എന്തായാലും ഇപ്പം നടന്ന പ്രശ്നങ്ങളൊക്കെ അവർ സോൾവ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടുകാരനും അതുപോലെ തന്നെ ക്രിസും പരിചയപ്പെടുകയാണ്. അങ്ങനെ പരിചയപ്പെടുമ്പോൾ കൂട്ടുകാരനാണെങ്കിൽ ഇവർക്ക് 3 പേർക്കും കൂടെ ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറയും. കയ്യിൽ ക്യാമറയുണ്ട്. അങ്ങനെ ഇവരെ 3 പേരെയും കൂടെ പിടിച്ച് നിർത്തിയിട്ട് അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്രെയിം നോക്കാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്രെയിം നോക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നടന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ, അതായത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ കൂട്ടുകാരനാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് അനങ്ങല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. മറ്റൊന്നുമല്ല, ക്രിസ് ആണെങ്കിൽ ഒരു ലാൻഡ് മൈനിൽ ചവിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ബോംബാണ്. അതിൽ നിന്ന് കാലെടുത്താൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ കാലെടുക്കല്ലെന്ന് വിളിച്ചു പറയുന്നുണ്ട് കൂട്ടുകാരൻ. ഇപ്പൊ ഇവരെല്ലാരും കൂടെ ടെൻഷൻ ആവുന്നുണ്ട്. ക്രിസ് കാലെടുക്കുകയാണെങ്കിൽ സോഫിയ അതുപോലെ തന്നെ ഡാനിയൽ പിന്നെ ക്രിസും മരണപ്പെടും. ബോംബ് പൊട്ടി മരണപ്പെടും. ഇനിയിപ്പോ അത് പൊട്ടുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പൊട്ടാം, ചിലപ്പോൾ പൊട്ടത്തില്ല. ഇത് പഴയ കാലത്ത് വെച്ച ലാൻഡ് മൈൻ ആണ്. അതായത് പണ്ടത്തെ യുദ്ധത്തിന് വെച്ച ലാൻഡ് മൈൻ ആണ്. അത് പൊട്ടോ ഇല്ലെന്ന് അറിയാൻ പാടില്ല. നല്ല പേടിയാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാലും എടുക്കുന്നില്ല. ഇപ്പൊ ഡാനിയൽ ആണെങ്കിൽ കൂട്ടുകാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇവിടെ നിന്ന് 4 മണിക്കൂർ നടന്നാല് സിറ്റിയിൽ എത്തിപ്പെടാം. അവിടെ നിന്ന് ആരെങ്കിലും സഹായത്തിന് വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടുകാരനോട് അവിടെ നിന്ന് ഓടിക്കൊള്ളാൻ പറയും. കൂട്ടുകാരനും ആൾക്കാരെ വിളിക്കാനായിട്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഇപ്പൊ ഇവര് 3 പേരും മാത്രം ആവുന്നുണ്ട്. എന്നാൽ ഡാനിയൽ ക്രിസിന്റെ അടുത്ത് നിന്ന് മാറുന്നു പോലുമില്ല. അടുത്തങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് ഡാനിയൽ ആണെങ്കിൽ സോഫിയനെയും വിളിച്ചൊരു സ്ഥലത്തോട്ട് മാറി നിൽക്കുന്നുണ്ട്. അവന്റെ ഒരു ഫോൺ ഉണ്ട്. ആ ഫോൺ എടുത്ത് പുറത്തോട്ട് കോള് ചെയ്യാണ്. ആർക്കോ ഒരാൾക്ക് കോള് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കോള് ചെല്ലുകയാണ്. പോലീസിനോട് സംസാരിക്കുന്നുണ്ട്. ഇതണക്ക് ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ എന്റെ ഒരു കൂട്ടുകാരൻ കാല് വെച്ച് ചവിട്ടിയിട്ടുണ്ട്. എപ്പോ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം, രക്ഷിക്കാൻ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് എന്തായാലും ഡാനിയൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. സോഫിയ വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ ഡാനിയൽ പറഞ്ഞു കൊടുക്കും, നിന്നെ പോലത്തെ വൃത്തികെട്ട സ്ത്രീകളെയൊന്നും അവര് സഹായിക്കാൻ വരത്തില്ല എന്ന്. പെട്ടെന്ന് ഡാനിയൽ ഇങ്ങനെ പറഞ്ഞപ്പോ സോഫിയ ഒന്ന് വരണ്ടു പോവുകയാണ്. എന്താ പറ്റിയെന്ന് അവൾക്ക് പോലും അറിയത്തില്ല. ഒരാളെ ഫോൺ വിളിച്ച് സഹായം ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയോ? ഇപ്പൊ ഇതും പറഞ്ഞിട്ട് ഡാനിയൽ അവിടെ നിന്ന് മാറിപ്പോകുമ്പോ സോഫിയ പിന്നാലെ ചെല്ലും. എടാ, ഈ സമയത്ത് കളിക്കാൻ പാടില്ല, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡാനിയൽ പതിയെ നടന്നൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. അവിടെ നിന്നൊരു മൺമട്ടി എടുക്കുന്നുണ്ട്. ആ മൺമട്ടി എടുത്ത് അവർക്ക് 2 പേർക്കും കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങും. മറ്റൊന്നുമല്ല, അവിടെ ലാൻഡ് മൈൻ കൊണ്ടുവച്ചത് മറ്റാരുമല്ല, അത് നമ്മുടെ ഡാനിയലാണ്. ഡാനിയലിന് നേരത്തെ തന്നെ അറിയായിരുന്നു ഇവർ 2 പേരും അവിഹിതത്തിൽ ഉണ്ടായിരുന്നു. ഡാനിയലിനെ സോഫിയ ചീറ്റ് ചെയ്യുകയാണെന്ന്, അതും ബെസ്റ്റ് ഫ്രണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് പ്രതികാരം ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ചെയ്തു വെച്ചത്. എന്നിട്ട് സോഫിയനെ കുറെ ചീത്തയും പറയുന്നുണ്ട്, നീ ഒരു വൃത്തികെട്ട സ്ത്രീയാന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഡാനിയൽ ആണെങ്കിൽ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ ലാൻഡ് മൈനിൽ ഒരു ചങ്ങല കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചങ്ങല അവ എവിടെ നിന്നോ എടുക്കുകയാണ്. ആ ചങ്ങല പിടിച്ച് ഒറ്റ വലിക്കുമ്പോൾ അതിനകത്തൊരു പിന്നുണ്ടായിരുന്നു. ആ ലാൻഡ് മൈനിൽ ഒരു പിന്നുണ്ടായിരുന്നു. അത് ഊരിപ്പോവാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആ ഒരു ബോംബ് ആക്ടിവേറ്റ് ആയത്. ഇത്രയും നേരം ആക്ടിവേറ്റ് അല്ലായിരുന്നു. ഇതറിയാതെയാണ് ക്രിസ് അതിന്റെ മുകളിൽ കാല് വെച്ച് അങ്ങനെ നിന്നത്. എന്നാൽ ഇനി കാലെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടും. ഇത് കഴിഞ്ഞിട്ട് ഡാനിയൽ ആ ചങ്ങല ദൂരോട്ട് വലിച്ചെറിയുന്നുണ്ട്. കാട്ടിലോട്ടാണ് വലിച്ചെറിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഡാനിയൽ ആണെങ്കിൽ അവന്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. സോഫിയ അവന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. എടാ, അങ്ങനെ ചെയ്യല്ലേ, അറിയാതെ പറ്റിപ്പോയതാണ്. ഇപ്പൊ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളെന്നൊക്കെ പറയുമ്പോൾ അവനാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ബാഗും എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. സോഫിയനെയും ക്രിസിനെയും അവിടെ ഒറ്റ
ഒറ്റയ്ക്കാക്കി കഴിഞ്ഞു. ഇതിനുശേഷം ഡാനിയൽ ആണെങ്കിലും നടന്ന് ഒരു മലയുടെ താഴെ വരുന്നുണ്ട്. ആ മലയുടെ മുകളിൽ തന്നെ നേരത്തെ കണ്ട കൂട്ടുകാരനും നിപ്പുണ്ട്. ഈ കൂട്ടുകാരനും ഡാനിയലും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതാണ്. ഡാനിയലിനെ ചീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കൂട്ട് ഒരു പണി കൊടുക്കാനായിട്ട്. എന്തായാലും കൂട്ടുകാരനും അതുപോലെ തന്നെ ഡാനിയലും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ സോഫിയനെ കാണിക്കുകയാണെങ്കിൽ സോഫിയ കുറെ സാധനങ്ങളൊക്കെ പറക്കിയിട്ട് തീയിട്ടിട്ടുണ്ട്. ആരെങ്കിലും ഈ തീ കണ്ടിട്ട് രക്ഷിക്കാൻ വന്നാലോ? അതേപോലെ തന്നെ സോഫിയ നേരത്തെ വലിച്ചെറിഞ്ഞ ആ ഒരു ചങ്ങലയില്ലേ അത് കണ്ടുപിടിച്ചോണ്ട് വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ആ ഒരു പിന്നുണ്ടായിരുന്നു. അതെങ്ങനെയൊക്കെ വലിച്ചൂരി എടുത്തിട്ട് അത് മൈൻഡിൽ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്, ആ ലോക്കിൽ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ക്രിസ് ചോദിക്കുമ്പോൾ അവള് കള്ളം പറയാണ്. അതായത് അവൾ ആ ലോക്ക് എടുത്ത് വെച്ചു, പക്ഷേ നമുക്ക് വിശ്വസിക്കാറായിട്ടില്ല. ആ ലോക്ക് വെച്ചെങ്കിൽ ചിലപ്പോൾ പൊട്ടിയാലോ, അതുകൊണ്ട് തന്നെ കാലെടുക്കാതെ അങ്ങനെ തന്നെ നിൽക്കാനായിട്ട് സോഫിയ പറയുന്നുണ്ട്. ആരോട്? ക്രിസിനോട് പറയുന്നുണ്ട്. പിന്നീട് സോഫിയ ആണെങ്കിൽ ആ ഒരു മൺമട്ടി എടുത്ത് അവിടെ കളയ്ക്കാനായിട്ട് തുടങ്ങുകയാണ്, വലിയൊരു കുഴി ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ആ കുഴിയിലോട്ട് എടുത്ത് ചാടുവാണെങ്കിൽ ബോംബ് പൊട്ടുന്ന നേരത്ത് ക്രിസിനെ രക്ഷപ്പെടാം. വലിയൊരു കുഴി തന്നെ അതിനു വേണ്ടി വേണം, പക്ഷേ ഒരുപാട് കുഴിക്കണം. ഇപ്പൊ സോഫിയ അതുപോലെ കുഴിച്ചോണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ടൊരു മനുഷ്യൻ വരുന്നത്. അയാളുടെ പേര് ഡെവി എന്നാണ് കേട്ടോ. കൂടെ തന്നെ ഒരു പട്ടിയുണ്ട്. ഇയാൾ സോഫിയനെയും ക്രിസിനെയും കണ്ടതും പെട്ടെന്ന് തന്നെ ഒരു പാറയ്ക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സോഫിയും ക്രിസും ഡെവിയെ കാണുന്നുണ്ട്. ഡെവി വിചാരിക്കുന്നത് മറ്റൊന്നുമല്ല, ഇവരാരെയോ കൊന്നിട്ട് അവിടെ കുഴിച്ചു മൂടാനായിട്ട് പോവാണെന്നാണ്. ഡെവിയും പട്ടിയും കൂടെ ഇവരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ക്രിസും സോഫിയും നല്ല രീതിയിൽ പേടിച്ചു വരേണ്ട അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഡെവിയുടെ ഒരു തോക്കുണ്ട്. ആ തോക്ക് കാണിച്ചിട്ട് അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ ആരെയാണ് കൊന്ന് കുഴിച്ചു മൂടുന്നതെന്ന് ചോദിച്ചിട്ടാണ് ക്രിസിനെയും സോഫിയനെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. എന്നാൽ ക്രിസും സോഫിയും കൂടെ എങ്ങനെയൊക്കെ ഡെവിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഡെവി ആണെങ്കിൽ ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യനാണ് കേട്ടോ. അതായത് നമ്മുടെ സോഫിയോട് പെരുമാറുന്ന രീതിയൊന്നും അത്ര ശരിയല്ല. അവളുടെ ദേഹത്തൊക്കെ നല്ല രീതിയിൽ തൊട്ടിട്ടാണ് സംസാരിക്കുന്നത്. സോഫിക്ക് അത് അത്ര ശരിയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ സഹായിക്കാതെ ഇവിടെ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങേരോട് വലുതായിട്ടൊന്നും പറയുന്നില്ല. ഇയാളോട് സോഫിയ പലതവണയായിട്ട് സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ ഓരോ മണ്ടത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറയാണ്. അതായത് വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുകയാണ്, ഡബിൾ മീനിങ് ആയിട്ട് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ സോഫിയോട് നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ സോഫിയ അറിയാതെ തന്നെ സത്യം പറയുന്നുണ്ട്. മറ്റൊന്നല്ല, ബോയ് ഫ്രണ്ട് ആണ് ഈ ലാൻഡ് മൈൻ സെറ്റ് ചെയ്തെന്നുള്ള കാര്യം. അത് കേൾക്കുമ്പോൾ തന്നെ ഈ ഡെവിക്ക് കാര്യം മനസ്സിലാവും. അതായത് ഇങ്ങനെ ഒരു കാര്യം സെറ്റ് ചെയ്യണമെങ്കിൽ സോഫിയ ഡാനിയലിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആ ഒരു രീതിയിലാണ് ഈ ഡെവി നമ്മുടെ സോഫിയോട് പെരുമാറുന്നത്. ഇപ്പൊ സോഫിയ സഹായം ചോദിക്കുമ്പോൾ ഇയാൾ ചെയ്തില്ല എന്ന് പറയാണ്. എന്നാ പിന്നെ ഞങ്ങളുടെ ഒരുപാടധികം സാധനങ്ങളുണ്ട്, അത് നിങ്ങൾ എടുത്തോ എന്ന് പറയുമ്പോൾ ഇയാൾ സന്തോഷപ്പെട്ട് ആ സാധനങ്ങളുള്ള ബാഗ് പോയി പരിശോധിക്കുകയാണ്. അതുപോലെ തന്നെ ഇയാൾ പറയുന്നുണ്ട്, ഈ സാധനങ്ങളൊക്കെ തന്നാൽ ഞാൻ നിങ്ങളെ സഹായിക്കാന്ന്. എന്നിട്ട് ആ ബാഗ് തപ്പിയിട്ട് അതിൽ നിന്ന് നമ്മുടെ സോഫിയയുടെ ഒരു അടിവസ്ത്രം എടുക്കുന്നുണ്ട്. അത് എടുത്തോണ്ട് വന്നിട്ട് ഇത് ഇയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സോഫിയ പറയും, എന്നാ പിന്നെ അത് നിങ്ങൾ എടുത്തോ, പക്ഷെ ഞങ്ങളെ സഹായിക്കണമെന്ന്. പക്ഷെ അയാൾക്ക് അത് പോരാ. പകരം സോഫിയ ഇപ്പൊ ഇട്ടേക്കുന്ന അടിവസ്ത്രം അയാൾക്ക് വേണം. എന്നാൽ സോഫിയക്ക് ഇത് കേട്ടപ്പോൾ എന്തോ അറപ്പാണ് തോന്നിയത് ഇങ്ങേരോട്. അവള് പറ്റില്ല എന്ന് തന്നെ പറയാണ്. പക്ഷെ സഹായിക്കണമെങ്കിൽ ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് അയാൾ വാശി പിടിക്കുമ്പോൾ നമ്മുടെ ക്രിസ് ആണെങ്കിൽ അവന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. ആ പൈസയും അതുപോലെ തന്നെ അവന്റെ ക്രെഡിറ്റ് കാർഡും എടുത്തു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഡെവി ഇത് വാങ്ങിച്ചിട്ട് എറിഞ്ഞു കളയാണ്. എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷെ ഞാൻ പറയുന്ന കാര്യം സോഫിയ ചെയ്താൽ മാത്രം മതിയെന്നാണ് ഡെവി പറയുന്നത്. അവസാനം സോഫിയ ആണെങ്കിൽ ഗതി കെട്ടിട്ട് ടെന്റിലോട്ട് ഡ്രസ്സ് മാറ്റാനായിട്ട് പോവാണ്. എന്നാൽ ഡെവി വിളിച്ചിട്ട് അവളോട് പുറത്തു നിന്ന് മാറ്റാനായിട്ട് പറയാണ്. അവൾ അവളുടെ അടിവസ്ത്രം അഴിച്ചെടുക്കുന്നത് ഇയാൾക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്ത് പുറത്തു നിന്ന് ഡ്രസ്സ് മാറ്റാനായിട്ട് പറയാണ്. അവളും യാതൊരു വഴിയില്ലാതെ അതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ ഈ അടിവസ്ത്രം കൊണ്ടുവന്ന് കൊടുത്തതോടെ ഇയാൾ സഹായിക്കാന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഇയാൾ വന്നിട്ട് മമ്മട്ടി എടുക്കുന്നുണ്ട്. ആ മമ്മട്ടി എടുത്തിട്ട് കുഴിക്കുകയാണ്. കുറച്ചു നേരം മാത്രമേ കുഴിക്കുന്നുള്ളൂ. അന്നേരമായിരിക്കും ഇയാൾ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് ഒരു റേഡിയോയുടെ ശബ്ദം കേൾക്കുക. അതായത് ഒരു വോക്കി ടോക്കിയുടെ ശബ്ദം കേൾക്കുക. പെട്ടെന്ന് തന്നെ സോഫിയ ഓടി അടുത്തെത്താണ് ആ ഒരു വോക്കി ടോക്കിയുടെ അടുത്ത്. കൂടെ തന്നെ ഇയാളും അടുത്ത് വരുന്നുണ്ട്. ഇയാൾ ആ റേഡിയോ ഡിവൈസ് എടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട്. അതിൽ നിന്ന് ഓപ്പോസിറ്റ് ആരോ സംസാരിക്കുന്നുണ്ട്. ഈ റേഡിയോ ഡിവൈസ് നമുക്ക് തരുമോ, നമ്മൾ പോലീസിനെ വിളിച്ചോളാന്ന് പറയുമ്പോൾ ഇയാൾ കേൾക്കില്ല. പകരം ഇയാൾക്ക് വേറെ എന്തൊക്കെയോ കൊടുക്കണമെന്ന് പറയും. വേറെ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇയാളുടെ ഓരോ വൈകൃതങ്ങള് സോഫിയനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇയാളാണെങ്കിൽ സോഫിയയുടെ ദേഹത്തൊക്കെ പിടിക്കുന്നുണ്ട്. അവൾ തള്ളി മാറ്റിയാലും ഇയാൾ വീണ്ടും വീണ്ടും പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഇയാൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് മറ്റൊന്നുമല്ല, സോഫിയ ഒരു അടിവസ്ത്രം കൊടുത്തില്ലായിരുന്നോ, ആ അടിവസ്ത്രം ഇയാൾ എടുത്തെറിയും. ആ സമയം സോഫിയ അതിനെടുത്ത് ഇയാളുടെ കൊണ്ട് കൊടുക്കണം, അത് ഒരു നായനെ പോലെ. അത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സോഫിയ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കുഴിക്കാനായിട്ട് മൺമട്ടി എടുത്ത് കുഴിക്കും. പക്ഷെ ഒരുപാട് നേരമൊന്നും അവളെ കൊണ്ട് കഴിഞ്ഞില്ല. അവൾ അവസാനം ഗതി കെട്ടിട്ട് അതുപോലെ ചെയ്യാന്ന് ഡെവിയുടെ അടുത്ത് പറയാണ്. ഡെവി അതുപോലെ തന്നെ ആ ഒരു അടിവസ്ത്രം എടുത്ത് എറിയാണ്. അത് എറിയുന്ന നേരത്ത് അവൾ നായയെ പോലെ താഴെ കൂടെ ഇഴഞ്ഞിട്ട് അത് എടുത്തോണ്ട് വന്ന് തിരിച്ചു കൊടുക്കും. അതായത് കയ്യിൽ എടുത്തോണ്ട് വന്ന് തിരിച്ചു കൊടുക്കും. പക്ഷെ ഇതുപോലല്ല എന്ന് പറഞ്ഞിട്ട് നായയെ പോലെ ചെയ്യാനായിട്ട് പറയും. അതായത് കടിച്ചെടുത്തോണ്ട് കൊടുക്കാനായിട്ട് പറയും. അവൾ അവസാനം ഗതി കെട്ട് ആ അടിവസ്ത്രം എടുക്കാനായിട്ട് പോവാണ്. അപ്പൊ ആ നായ വന്ന് ആ അടിവസ്ത്രം എടുത്തോണ്ട് പോകുന്നുണ്ട്. പക്ഷെ അത് തറയെ കളയാണ്. വീണ്ടും അവൾ ആ അടിവസ്ത്രം കടിച്ചെടുത്തിട്ട് ഡെവിഡയിൽ കൊണ്ടു കൊടുക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് ക്രിസിന് ആകെ ദേഷ്യം വന്ന് അവിടെ നിൽപ്പുണ്ട്. പക്ഷെ അവനൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാലെടുത്ത് ആ ഒരു ലാൻഡ് മൈൻ പൊട്ടും. അതുകൊണ്ട് തന്നെ അവൻ എല്ലാം കണ്ടങ്ങനെ നിൽക്കാണ്. നല്ല ദേഷ്യം
ദേഷ്യമാവുന്നുണ്ട്, ഡെവിയെ കൊല്ലും തിന്നും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഡെവിയുടെ ഒരു തോക്കുണ്ട്. ആ ഒരു തോക്ക് വെച്ച് ഡെവി എവരെ ഉപദ്രവിച്ചാലോ? അതുകൊണ്ട് തന്നെ സോഫിക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പൊ ഇയാള് ആ ഒരു റേഡിയോ ഡിവൈസ് അവൾക്ക് കൊടുക്കുകയാണ് സംസാരിക്കാനായിട്ട്. എന്നാൽ അവൾ ആ ഒരു റേഡിയോ ഡിവൈസ് എടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ ഓപ്പോസിറ്റ് സംസാരിക്കുന്ന ആള് ജോർജിയയിലാണ് സംസാരിക്കുന്നത്. ഇവർക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഈ വന്ന ഡെവിക്കാണെങ്കിൽ ആ ഒരു ഭാഷ അറിയാം. അപ്പൊ അയാളോട് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ എന്താ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണമെങ്കിൽ സോഫി അവളുടെ ഡ്രസ്സ് അഴിക്കണമെന്ന് പറയും. അതായത് ഓരോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നേരത്തും അവളുടെ ഓരോ ഡ്രസ്സായിട്ട് അഴിക്കണം. ആദ്യം ഷർട്ട്, പാന്റ് അങ്ങനെ. എന്നാലും സോഫി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുഴിക്കാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഡെവിയോട് ഇവിടെ നിന്ന് പോകാനായിട്ടും പറയുന്നുണ്ട്. അന്നേരമായിരിക്കും ഡെവിയുടെ റേഡിയോ ഡിവൈസ് വർക്ക് ആവുന്നത്. പെട്ടെന്ന് തന്നെ ഡെവി റേഡിയോ ഡിവൈസ് എടുത്തിട്ട് അവളുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് അവളോട് പറയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മനുഷ്യനാണെങ്കിൽ ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടെൻഷൻ കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അയാൾ പറയുന്നതിനെല്ലാം മറുപടി പറയണം. അതുകൊണ്ട് തന്നെ നീ ഇങ്ങ് വന്നേ, ഇയാളോട് നീ സംസാരിക്കുന്ന പറഞ്ഞിട്ട് അവളെ പിടിച്ചൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. പക്ഷേ ഓരോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന നേരത്തും അവളുടെ ഓരോ ഡ്രസ്സായിട്ട് അഴിയണം. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് സംസാരിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യമാണ് സംസാരിച്ചത്, എന്തോ സൂപ്പിന്റെ കാര്യമാണ് സംസാരിച്ചത്. അപ്പൊ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ ഇവർക്ക് ആവശ്യമുള്ള ഒരു കാര്യം അതിനകത്തില്ല. എന്നാലും സോഫിക്ക് ഡ്രസ്സ് അഴിച്ചേ പറ്റൂ. അവളാണെങ്കിൽ അവളുടെ ഷർട്ട് അഴിക്കുന്നുണ്ട്. പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണ്ട, നിങ്ങൾ ഇവിടുന്ന് പൊക്കിയൊന്ന് സോഫി പറയുമ്പോൾ ഇയാൾ കേൾക്കത്തില്ല. ഇയാൾക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇയാൾ തോക്കെടുത്തിട്ട് അവളുടെ നേരെ ചൂണ്ടാണ്. അവളിപ്പോ ബ്രാ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ആ ബ്രാ അഴിക്കാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പോഴായിരിക്കും ക്രിസ് വിളിച്ചു പറയുന്നത്, എടാ നാറി, നീ ഒരു മനുഷ്യനാണോടാ, നിന്റെ കുടുംബത്തോടെ തന്നെ നിന്നെ ബലാത്സംഗം ചെയ്യുമെന്നൊക്കെ അവൻ വിളിച്ചു പറയും. ആര്? ക്രിസ് വിളിച്ചു പറയും. അപ്പൊ ഇത് കേൾക്കുന്ന ഡെവിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവന്റെ നേരെ തോക്ക് ചൂണ്ടും. ക്രിസിന്റെ നേരെ തോക്ക് ചൂണ്ടും. ക്രിസ് ആ നേരം കൊണ്ട് സോഫിയോട് ഓടാനായിട്ട് പറയാണ്. സോഫിയും അതുപോലെ തന്നെ അവിടെ നിന്ന് ഓടുകയാണ്. അന്നേരമായിരിക്കും ഡെവി അവന്റെ പട്ടീനെ പറഞ്ഞു വിടുന്നത് അവളുടെ പിന്നാലെ പോകാനായിട്ട്. അവളുടെ പിന്നാലെ തന്നെ ആ പട്ടി ഓടിപ്പോകുന്നുണ്ട്. ഇപ്പൊ ഡെവി ആണെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന തോക്കും കളഞ്ഞിട്ട് സോഫിയുടെയും പട്ടിയുടെയും പിന്നാലെ ഓടിപ്പോവാണ്. ആ നേരം നമ്മുടെ ക്രിസ് ഒറ്റയ്ക്കാണല്ലോ. അവന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചങ്ങല കിടപ്പുണ്ട്. നേരത്തെ ആ ലാൻഡ് മൈനിന്റെ ലോക്കായിട്ടുള്ള ആ ഒരു ചങ്ങല അത് അവൻ എങ്ങനെയൊക്കെ എത്തിയെടുക്കുന്നുണ്ട്. അതെടുത്തിട്ട് പതിയെ പതിയെ ആ തോക്കിലോട്ട് എറിയാണ്. എങ്ങനെയൊക്കെ ആ തോക്കിനകത്ത് പോയി വീഴുന്നുണ്ട്. എന്നിട്ട് ആ തോക്ക് പതിയെ വലിച്ചെടുക്കുമ്പോൾ അവന്റെ കയ്യിൽ ആ തോക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ആ നേരം കൊണ്ട് ഡെവി ആണെങ്കിൽ സോഫിയെ പിടിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ഡെവിയുടെ കയ്യിലാണെങ്കിൽ ഒരു കത്തിയുണ്ട്. ആ കത്തി സോഫിയുടെ കഴുത്തിൽ വെച്ചേക്കാണ്. കാരണം നമ്മുടെ ക്രിസിന്റെ തോക്കുണ്ടല്ലോ, നീ തോക്ക് വെച്ച് എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിച്ചാല് സോഫിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ കഴുത്തിൽ കത്തി വെച്ചേക്കുന്നത്. എന്നിട്ട് ക്രിസിന്റെ മുമ്പിൽ വെച്ച് തന്നെ സോഫിയുടെ മുഖം വരയുന്നുണ്ട്. അവളുടെ കവിളിന്റെ ഭാഗം കത്തി വെച്ച് വരഞ്ഞു കീറുന്നുണ്ട്. എന്നിട്ട് അവളെയും പിടിച്ചുകൊണ്ട് ഒരു പാറയുടെ അടുത്ത് വരികയാണ്. അത്യാവശ്യം ദൂരമുണ്ട് ആ പാറയ്ക്ക്. എന്തായാലും ആ തോക്ക് വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ തോക്ക് ഷൂട്ട് ചെയ്യുന്ന നേരത്ത് ബുള്ളറ്റ് സ്പ്രെഡ് ആയിട്ടായിരിക്കും പോകുന്നത്. കാരണം ഇത് അങ്ങനത്തെ തോക്കാണ്. അതായത് അടുത്ത് നിൽക്കുന്ന സാധനങ്ങളെ വെടിവെക്കുന്ന തോക്ക്. അപ്പൊ ഈ ബുള്ളറ്റ് സ്പ്രെഡ് ആയിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇയാളെ ഷൂട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സോഫിയയും വെടിയേൽക്കും. അതുകൊണ്ട് തന്നെ ക്രിസ് ഒന്നും ചെയ്യുന്നില്ല. അവൻ വളരെയധികം നിസ്സഹായനായിട്ട് അവളെ റേപ്പ് ചെയ്യുന്ന കാര്യം കണ്ടു നിൽക്കുകയാണ്. ഈ ഡെവി വളരെയധികം മോശപ്പെട്ട ഒരു മനുഷ്യനാണ് കേട്ടോ. അവളെ പിടിച്ചു വെച്ചിട്ട് വളരെയധികം ക്രൂരമായിട്ട് അവളെ റേപ്പ് ചെയ്യാണ്. അവളെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവളെ ഒരുപാടധികം ഉപദ്രവിക്കുന്നുണ്ട്. അവളും ആകെ ക്ഷീണിച്ച് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ കിടക്കുമ്പോഴായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ ക്രിസിന് കഴിഞ്ഞില്ല കേട്ടോ. അവൻ തോക്കെടുത്തിട്ട് ഡെവിനെ ഷൂട്ട് ചെയ്യാനായിട്ട് പോവാണ്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു നായ അങ്ങോട്ട് ഓടി വരുന്നത്, ഡെവിനെ തള്ളി താഴെ ഇടുന്നത്. എന്നാൽ താഴെ ഇട്ടതും ആ ഒരു ബോംബ് പൊട്ടുന്നൊന്നുമില്ല. അത് വെറും ഫേക്ക് ബോംബായിരുന്നു. അത് പൊട്ടിയില്ല. ഇപ്പൊ താഴെ വീണ് ക്രിസിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. ക്രിസിന്റെ കൂടെ തന്നെ, അതായത് ക്രിസ് വീണത് ആ ഒരു കുഴിയിലാണ്. ആ കുഴിയിൽ തന്നെ നമ്മുടെ സോഫിയനെ എടുത്തോണ്ട് വന്ന് കിടത്തുന്നുണ്ട്. അവളുടെ ദേഹത്ത് നിന്ന് ഒരുപാടധികം ബ്ലഡ് പോയിട്ടുണ്ട്. അവൾക്കും ബോധമൊന്നുമില്ല. രണ്ടിനെ അവിടെ ഇട്ടിട്ട് ക്രിസിന്റെ അടുത്ത് വന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആ ബോംബ് വെറും ഫേക്ക് ആണ്, ഡാനിയൽ നിങ്ങളെ പറ്റിച്ചാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ഈ ഒരു ഡെവി ആണെങ്കിൽ അവന്റെ നായനെയും വിളിച്ച് അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എടുത്തിട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ക്രിസിന് നല്ല രീതിയിൽ സ്വയബോധം ഇല്ല. അവനൊട്ടും ബോധമില്ല. എന്തായാലും ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്യാണ്. ഇതിനുശേഷം കുറച്ചധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ക്രിസിനെയാണ് കാണിക്കുന്നത്. അവന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അവൻ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ട്. അവനൊരു വീട്ടിൽ വന്നേക്കാണ്. അതൊരു ജോർജിയയിലെ വീട്ടില്. ആ വീട്ടിൽ വരുമ്പോൾ അവിടെ തന്നെ ഒരു അമ്മയും മോളും ഉണ്ട്. ആ അമ്മയും മോളും വീട്ടിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ക്രിസ് അവരോട് സഹായം ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവൻ ഈ രാജ്യത്ത് പുതിയതായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവന്റെ മാപ്പ് ഇല്ല. മാപ്പ് ഇവിടെ നിന്ന് കിട്ടത്തില്ല. ഇവിടെ നിന്ന് കടകളില്ല. പകരം നെറ്റിൽ നിന്ന് ഒരു മാപ്പ് പ്രിന്റ് ചെയ്ത് തരുമെന്ന് ചോദിക്കും കമ്പ്യൂട്ടർ വെച്ചിട്ട്. അപ്പൊ അവിടെ മോള് നിൽക്കുന്നുണ്ടല്ലോ, മോള് ചെയ്തു തരാന്ന് പറയും. ക്രിസിനെ വീടിനുള്ളിലോട്ട് ക്ഷണിക്കുകയാണ് കയറി ചെല്ലാനായിട്ട്. ഇതേ നേരം തന്നെ ആ വീട്ടിന്റെ പുറത്ത് കുറെ അധികം തേൻതുമ്പികളെയൊക്കെ വളർത്തുന്നുണ്ട്. ഈ തേൻതുമ്പികളൊക്കെ നോക്കുന്നത് മറ്റാരുമല്ല, ഡെവി തന്നെയാണ്. അതായത് ക്രിസിനെയും അതുപോലെ തന്നെ സോഫിയനെയും ഉപദ്രവിച്ച ഡെവി. അപ്പൊ ഡെവിയുടെ ഫാമിലിയാണ് ആ അമ്മയും മോളും. അപ്പൊ പ്രതികാരം ചെയ്യാൻ വന്നേക്കാണ് ക്രിസ്. എന്തായാലും ക്രിസ് വീട്ടിൽ കയറി ചെന്നല്ലോ. അവന് പ്രിന്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന് കഴിക്കാനായിട്ടും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവൻ കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ഡെവി കയറി വരുന്നത്. ഡെവി കയറി വന്നിട്ട് ഇത് ആരാന്ന് നോക്കുമ്പോൾ, അതായത്
അതായത് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ആരാന്ന് നോക്കുമ്പോൾ അത് ക്രിസ് ആണ്. ക്രിസിനെ കണ്ടതും ഡെവി ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ക്രിസ് ആണെങ്കിൽ ഡെവി അറിയാവുന്നത് പോലെയൊന്നും കാണിക്കുന്നില്ല. ആ അമ്മയും മോളെയും പറ്റിക്കുകയാണ് അവൻ, അതായത് ഡെവിനെ അറിയത്തില്ല എന്നുള്ള പോലെ. പക്ഷെ ഡെവിക്കാണെങ്കിലും നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. നമ്മുടെ ക്രിസിനോട് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് പോകാനായിട്ട് പറയാണ്. എന്നാൽ ഈ അമ്മയ്ക്കും മോൾക്കും ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഡെവിക്ക് എന്താ പറ്റിയതെന്നും അറിയാൻ പാടില്ല. എന്തായാലും ക്രിസ് ആണെങ്കിൽ ഡെവി പറഞ്ഞത് കൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. ഭക്ഷണമൊന്നും നല്ല രീതിയിൽ കഴിക്കുന്നില്ല. പുറത്തോട്ട് ഇറങ്ങുന്ന നേരത്ത് ഡെവിയും കൂടെ തന്നെ ചെല്ലുകയാണ്. നീ എന്തിനാ എന്റെ അടുത്ത് വന്നത്? എന്റെ ഫാമിലി ഇതിനകത്തോട്ട് വലിച്ചഴിക്കാൻ പാടില്ല, നിനക്ക് എന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ക്രിസ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. പക്ഷെ ഡെവിയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോയോട്ടോ. ഡെവി എത്രയും പെട്ടെന്ന് തന്നെ ഓടി തിരിച്ചു വന്നിട്ട് അവിടെ കെട്ടിയിട്ടിരുന്ന നായനെ അഴിച്ചുവിടുകയാണ്. എന്നിട്ട് ആ നായയോട് പറയുന്നുണ്ട് ഇത്രയും പെട്ടെന്ന് പോയി ക്രിസിനെ കടിക്കാനായിട്ട്. അങ്ങനെ ക്രിസിനെ കടിക്കാനായിട്ട് ആ നായ അവിടെ നിന്ന് ഓടുന്നുണ്ട്. എന്തായാലും ഇതിനുശേഷം ഡെവി ആണെങ്കിൽ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നാൽ മനസ്സമാധാനം ഇല്ല. അതുകൊണ്ട് തന്നെ കഴിക്കാൻ തോന്നുന്നത് ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും പട്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അതിനെന്തോ പറ്റിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഡെവി എന്താണെന്ന് അറിയാനായിട്ട് പുറത്തോട്ടിറങ്ങി ഓടിച്ചെല്ലും. അന്നേരം നമ്മുടെ ക്രിസ് ആണെങ്കിൽ ആ നായയെ എടുത്തുകൊണ്ട് ഇവരുടെ വീട്ടിൽ വന്ന് കൊട്ടുന്നുണ്ട്. അമ്മയും മോളും കൂടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. എന്നാൽ ഡെവി ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ പട്ടിയെ വണ്ടി തട്ടിയെന്നാണ് ക്രിസ് പറയുന്നത്. അതും ക്രിസ് തന്നെയാണ് തട്ടിയത്. അവനെ കടിക്കാനായിട്ട് വന്നു, അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചിട്ട് വണ്ടി കയറ്റി ഇറക്കിയതാണെന്ന്. എന്തായാലും ആ ഒരു പട്ടീനെ എടുത്ത് അവിടെ കിടത്തുന്നുണ്ട്. അമ്മയും മോളും ആണെങ്കിൽ ഈ പട്ടിയുടെ അവസ്ഥ കണ്ട് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കരയുന്നുണ്ട്. അവരും നല്ല രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഡെവിനെ കാണിക്കുകയാണെങ്കിൽ ഡെവി പുറത്തോട്ടിറങ്ങി വരുമ്പോൾ മുറ്റത്ത് ചോര കിടപ്പുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഡെവി ഈ ചോര കണ്ട് പേടിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു കയറി വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴാവട്ടെ ക്രിസ് അവിടെ നിൽക്കുന്നു. ക്രിസിനെ കണ്ടതും ഡെവിക്ക് കാര്യം മനസ്സിലായി. പ്രതികാരം ചെയ്യാനായിട്ടാണ് ക്രിസ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ ഡെവി ഓടി ഒരു റൂമിൽ ചെല്ലുന്നുണ്ട്. തോക്കെടുക്കാണ്. പക്ഷെ തോക്കിൽ ബുള്ളറ്റ് ഇല്ല. പെട്ടെന്ന് തന്നെ തോക്കിലെ ബുള്ളറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ ബുള്ളറ്റ് എടുത്തിട്ട് റീലോഡ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴായിരിക്കും ക്രിസ് അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് ക്രിസിനെ കണ്ടതും തോക്കെടുത്ത് കാണിക്കാണ്. പക്ഷെ തോക്കിൽ ബുള്ളറ്റ് ഇല്ല. ക്രിസിനും അറിയാം തോക്കിൽ ബുള്ളറ്റ് ഇല്ലാന്ന്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്രിസിന്റെ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്കെടുത്ത് ഡെവിയുടെ രണ്ട് കാലിനെ ഷൂട്ട് ചെയ്യും. രണ്ട് കാലിൽ ഷൂട്ട് ചെയ്താൽ എന്താ, ഡെവി താഴെ മറിഞ്ഞു വീഴാണ്. അതുപോലെ തന്നെ ക്രിസിന്റെ കയ്യിലുള്ള തോക്കിൽ സൈലൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഈ ഒരു ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തില്ല. വെടിവെച്ച ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തില്ല. പോലീസൊന്നും വിവരം അറിഞ്ഞ് വരാനായിട്ടും പോകുന്നില്ല. എന്തായാലും അപ്പോഴായിരിക്കും അങ്ങോട്ട് അമ്മയും മോളും കൂടെ കയറി വരുന്നത്. ഇവരിത് കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. ക്രിസ് ആണെങ്കിൽ അവരെയും പേടിപ്പിക്കാനായിട്ട് തുടങ്ങും തോക്കെടുത്ത് കാണിച്ചിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മനുഷ്യനെ തൂക്കിയെടുത്ത് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അമ്മയും മോളെയും കൊണ്ട് ഡെവിനെ തൂക്കിയെടുപ്പിക്കുകയാണ്. അമ്മയും മോളും കൂടെ ഡെവിനെ ചുവന്നുകൊണ്ട് ഹാളിൽ വരുന്നുണ്ട്. അവിടെ ഇരുത്തുകയാണ് ഡെവിനെ. ഡെവിക്ക് എണീറ്റ് നടക്കാനൊന്നും പറ്റത്തില്ല. കാലിൽ രണ്ടിലും ഷൂട്ട് ഏറ്റിട്ടുണ്ട്. എന്നിട്ട് ക്രിസ് ആണെങ്കിൽ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നുണ്ട്. അമ്മയോടും ഒരു സ്ഥലത്തോട്ട് പോയി ഇരിക്കാനായിട്ട് പറയാണ്. അതും തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഇരിക്കാനായിട്ട് പറയുന്നത്. ആ ഒരു പാവം സ്ത്രീയും ആകെ പേടിച്ചിട്ട് അവിടെ പോയി ഇരിക്കുകയാണ്. എന്നിട്ട് മോളോട് പറയാണ്, ഒരു ടാഗും കൊടുക്കുന്നുണ്ട്. ആ മോളോട് അമ്മേനെ കെട്ടിയിടാനായിട്ടും പറയും. ആ മോളും പേടിച്ചിട്ടാണെങ്കിൽ ആ ടാഗ് എടുത്ത് അമ്മേനെ കെട്ടുകയാണ്. ഇവരെല്ലാരും നല്ല രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ട്. കാരണം തോക്കിൽ ഉണ്ടുണ്ട്, ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മേനെ കെട്ടിയിട്ട് കഴിഞ്ഞല്ലോ. ക്രിസ് ഉടനടി മോളോട് പറയാണ്, എനിക്ക് നിന്റെ അടിവസ്ത്രം വേണം, അതിങ്ങനെ അഴിച്ചെടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും ഈ ഒരു ഡെവി ഒരു കാര്യം പറയുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ അന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കുമ്പോൾ ഞാനൊരു മോശം മനുഷ്യനാണ്, എന്റെ കുടുംബത്തിനെ വെറുതെ വിട്ടേക്കൂ, എന്നെ കൊന്നേക്കൂ. പക്ഷേ ക്രിസ് കേൾക്കത്തില്ല. എനിക്ക് നിന്റെ അടിവസ്ത്രം വേണമെന്ന് പറഞ്ഞിട്ട് മോളുടെ കയ്യിൽ നിന്ന് അത് വലിച്ചൂരി എടുക്കുകയാണ് അവൻ. മോൾക്ക് യാതൊരു വഴിയില്ലാതെ അങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. അനങ്ങിയാൽ അച്ഛനെ അമ്മയും കൊന്നു കളയുമെന്ന് പേടിപ്പിച്ചിട്ടാണ് ക്രിസ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു അടിവസ്ത്രം എടുത്ത് ദൂരോട്ട് എറിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു നായയെ പോലെ തന്നെ എടുത്തോണ്ട് കൊടുക്കാനായിട്ട് പറയും. ആ പെൺകുട്ടിക്ക് യാതൊരു വഴിയില്ലാതെ അവളും ചെന്ന് ആ ഒരു അടിവസ്ത്രം എടുത്തിട്ട് ക്രിസിന്റെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ വായ് വെച്ചിട്ടല്ല, വാ വെച്ച് ചെയ്യാനായിട്ട് പറയുമ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ അടിവസ്ത്രം എടുത്തു കൊണ്ടുവന്ന് ക്രിസിന്റെ കൊടുക്കുമ്പോൾ ക്രിസ് ആണെങ്കിൽ ആ അടിവസ്ത്രം എടുത്തിട്ട് നമ്മളെ ഡെവിയുടെ വായിൽ കുത്തിക്കയറ്റാണ്. സ്വന്തം മോളുടെ അടിവസ്ത്രം അച്ഛന്റെ വായിൽ കുത്തിക്കയറ്റാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ക്രിസ് വിളിച്ച് പറയുന്നുണ്ട്, അതായത് അന്ന് ഒരുപാടധികം ബ്ലഡ് പോയിട്ട് സോഫിയ മരണപ്പെട്ടു പോയെന്ന്. അവളുടെ ബോഡി അവൻ താങ്ങി പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഒരുപാട് വൈകിപ്പോയി, അവള് മരണപ്പെട്ടു പോയി. ഡെവിയും അതുപോലെ തന്നെ ആ ഒരു അമ്മയും കൂടെ നിലവിളിച്ച് പറയുന്നുണ്ട്, എന്റെ മോളെ ഒന്നും ചെയ്യല്ല, എന്റെ മോളെ ഒന്നും ചെയ്യലെന്ന്. പക്ഷെ അവൻ കേൾക്കത്തില്ല. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ പിടിച്ചു നിർത്തിയിട്ട് അവളോട് ഡ്രസ്സ് അഴിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല ഡ്രസ്സ് അഴിക്കേണ്ടത്. പകരം ഇവനൊരു തോക്കില്ലേ, ആ തോക്കെന്ന് വെച്ചാൽ റിവോൾവർ ആണ്. അതിനകത്ത് 7 ബുള്ളറ്റ് ഇടാം. അവൻ 7 ബുള്ളറ്റ് ഇടുന്നില്ല. പകരം ഒരു ബുള്ളറ്റ് മാത്രം ഇട്ടിട്ട് കറക്കി ഷൂട്ട് ചെയ്യും. എങ്ങനെയാണ് അതില് ബുള്ളറ്റ് ഉള്ള ഭാഗം വന്നാൽ ഇത് ഷൂട്ട് ആവും, ഇല്ലെങ്കിൽ ഷൂട്ട് ആവത്തില്ല. കാരണം 7 സ്ലോട്ട് ഉണ്ട്, 6 സ്ലോട്ട് ഫ്രീ ആയിരിക്കും. അപ്പൊ ഓരോ തവണയും അവൻ കറക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് കറക്റ്റായിട്ട് കറങ്ങി വരാത്തത് കൊണ്ട് തന്നെ ഷൂട്ട് ആവുന്നില്ല. ഇപ്പൊ ഈ പെൺകുട്ടി ആകെ പേടിച്ചിട്ട് ഓരോ ഡ്രസ്സായിട്ട് അഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇത് കാണുന്ന ഡെവി ക്രിസിന്റെ അടുത്ത് കാല് പിടിച്ച് പറയുന്നുണ്ട്, എന്റെ മോളെ വെറുതെ വിടാൻ. ഡെവി എഴഞ്ഞെഴഞ്ഞ് വരാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ക്രിസ് കേൾക്കത്തില്ല. അവന് നല്ല ദേഷ്യം വന്നിട്ട് റിവോൾവർ ഒന്ന് കറക്കിയിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാണ്. എന്നാൽ ഇപ്രാവശ്യം അറിയാതെ ബുള്ളറ്റ് ലോഡായിട്ട് ഷൂട്ട് ആവുകയാണ്. ക്രിസ് പോലും പ്രതീക്ഷിച്ചില്ല
തോക്കിൽ നിന്ന് ബുള്ളറ്റ് പോകുന്നു. എന്നാൽ ഈ വെടി പൊട്ടിയതും ആ പെൺകുട്ടി മരണപ്പെട്ട് അവിടെ വീഴുന്നുണ്ട്. കാരണം അവളുടെ തലയിലാണ് ബുള്ളറ്റ് പതിച്ചത്. ക്രിസ് പോലും ഇത് പ്രതീക്ഷിച്ചില്ലായിരുന്നു, അതായത് ബുള്ളറ്റ് പോകുമെന്ന്. അവനവരെ കൊല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു, ഇവരൊന്ന് പേടിപ്പിക്കണം. സോഫിയോട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഡെവീനെയും ചെയ്യണം, അല്ലെങ്കിൽ ഡെവീന്റെ കുടുംബത്തോട് ചെയ്യണം. ഡെവീൻ ആ ഒരു ഫീൽ അറിയിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത് കയ്യിൽ നിന്ന് പോയി. ക്രിസ് ആണെങ്കിൽ ആകെ പേടിച്ച് എന്താ പറയാ, ആ ഒരു കുറ്റബോധത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ ആ ഒരു അമ്മയും ഡെവിയും കൂടെ വാ വിട്ട് കരയുന്നുണ്ട്. അവർക്ക് ആകെ ഉള്ള ഒരു മോളാണ് മരണപ്പെട്ടു പോയത്, കൊന്നതാണ്. ഇപ്പൊ ക്രിസ് ആണെങ്കിൽ ഒരു മൂലയ്ക്ക് ആകെ ട്രോമ അടിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.